ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ച് നിരവധി വ്യാജ വാർത്തകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. തെറ്റായ വാർത്തകളെ തുറന്നുകാട്ടുകയാണ് PIB ഫാക്ട് ചെക്ക് വിഭാഗം. AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വ്യാജ വാർത്തകളും വീഡിയോകളുമാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഇത്തരം വാർത്തകളുടെ വസ്തുത വെളിപ്പെടുത്തി വ്യാജ വാർത്തകളെ തുറന്നുകാട്ടുന്നത് തുടരുകയാണ്. യഥാർത്ഥ ദൃശ്യങ്ങളെന്ന നിലയിൽ നിരവധി കോംബാറ്റ് ഗെയിമുകളുടെ വീഡിയോകൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ എയർഫോഴ്സ് പൈലറ്റിന്റെ പ്രകടനമെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ തെറ്റാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. സമാനമായി ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന പാക് വിമാനങ്ങളെന്നും ഇന്ത്യൻ പോർ വിമാനം വെടിവെച്ചിട്ടെന്നും അവകാശപ്പെടുന്ന വീഡിയോകളും തെറ്റാണെന്ന് തെളിഞ്ഞു. പ്രതിരോധ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്നത് വ്യാജമാണെന്ന് PIB വ്യക്തമാക്കി. പൊതുജനങ്ങൾ ഇന്ധനമടക്കം സംഭരിക്കണമെന്ന സന്ദേശം തെറ്റാണ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെയും കേണൽ സോഫിയ ഖുറേഷിയുടെയും പേരിൽ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് പ്രചരിപ്പിച്ചതും വ്യാജമായിട്ടായിരുന്നു. ഇരുവർക്കും ഔദ്യോഗികമായി എക്സ് അക്കൗണ്ട് ഇല്ല. ഇന്ത്യൻ പോർ വിമാനം തകർത്ത് വനിതാ പൈലറ്റിനെ പിടികൂടിയെന്നതും വിദേശകാര്യമന്ത്രി S ജയശങ്കർ മാപ്പ് പറയുന്നു എന്ന തരത്തിലുള്ള വീഡിയോയും കൃത്രിമമായി നിർമ്മിച്ചതാണ്. ഉധംപൂർ വിമാനത്താവളം ആക്രമിച്ചെന്ന പേരിൽ രാജസ്ഥാനിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിന്റെ വീഡിയോയും പ്രചരിപ്പിക്കുന്നുണ്ട്. നഗ്രോത്ത വിമാനത്താവളത്തിലെ ആക്രമണമെന്ന പേരിൽ പ്രചരിക്കുന്നത് കൃത്രിമമായി നിർമ്മിച്ച പഴയ വീഡിയോ ആണ്. ഭട്ടിൻഡ വിമാനത്താവളം തകർത്തെന്ന വാർത്തയും വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം പറഞ്ഞു. ഇത്തരം വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഈ സമയത്ത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും PIB പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.